أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور. ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവും രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹദീസ് സെമിനാർ രാവിലെ തുടങ്ങി അതിൻ്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ഒരു പകൽ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും വൈജ്ഞാനികമായ നിറവ് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ജാടകളോ അനാവശ്യമായ സംസാരങ്ങളോ ഒന്നുമില്ലാത്ത വിധം ഇവിടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയാധിഷ്ഠിതമായ ചർച്ചകളും സംസാരങ്ങളുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ സമാപന സെഷനിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ സത്യവിശ്വാസികളെന്ന നിലക്ക് ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലും മനുഷ്യരിലും അല്ലാഹുവിൻ്റെ കൗനിയും ശറഈയുമായ കദറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അള്ളാഹുവിൻ്റെ കൗനിയായ ഖദറുകൾക്കനുസരിച്ചാണ് ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മ. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടിയും അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ കൃത്യമായ ഖദർ അനുസരിച്ച് ചലിക്കുന്നവൻ തന്നെയാണ് മനുഷ്യനും. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. മനുഷ്യനെ സംബന്ധിച്ചാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്: അവധിയിൽ നിന്ന് ഒരാളും പിന്നിലേക്ക് മാറ്റപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ കൗനിയായ ഖദറുകൾ സംഭവിക്കുമ്പോൾ തന്നെ ശറഈയായ ഖദറുകളും മനുഷ്യനിലും ഈ പ്രപഞ്ചത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഖദറുകൾ സംഭവിക്കുമ്പോഴാണ് അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. പൊട്ടിച്ചിരിക്കേണ്ട സന്ദർഭങ്ങൾ വരാറുണ്ട് ജീവിതത്തിൽ. അതുപോലെ തന്നെ പൊട്ടിക്കരയേണ്ട സാഹചര്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിനയപ്പെട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അനുകൂലമായ സന്തോഷകരമായ സാഹചര്യങ്ങൾ നൽകാറുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഉണർത്തിയത്: വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ ആരാണ് സൂക്ഷിച്ച് ജീവിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ രക്ഷാമാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. എന്നാൽ റബ്ബിനെ ധിക്കരിച്ച മനുഷ്യർക്ക് ഈ ഭൂമുഖത്ത് വെച്ചു തന്നെ അള്ളാഹുവിൻ്റെ ചില ഖദറുകൾ അവർക്ക് സംഭവിക്കാൻ ഇടവന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി: ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി. കഴിഞ്ഞകാല സമൂഹങ്ങളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് ഇവിടെ വെച്ച് വിധേയരായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവരെ എല്ലാവരെയും അവരുടെ പാപം നിമിത്തം നാം പിടികൂടുകയുണ്ടായി. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ. അവരിൽ ചരൽ വർഷം നാം അയച്ചവർ ഉണ്ടായിട്ടുണ്ട്. വമിൻഹും മൻ അഖദതുഹു സ്വൈഹ. ഘോര ശബ്ദം പിടികൂടി ശിക്ഷയ്ക്ക് വിധേയരായവർ അവരിലുണ്ടായിട്ടുണ്ട്. വമിൻഹും മൻ ഖസഫനാ ബിഹിൽ അർള്. ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ആഴ്ത്തപ്പെട്ടവർ അവരിലുണ്ടായിട്ടുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ. നാം വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചവരും അവരിലുണ്ടായിട്ടുണ്ട്. ശേഷം അല്ലാഹു ഉണർത്തിയത്: വമാ കാനല്ലാഹു ലിയദ്ലിമഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവരോട് അന്യായമായി പ്രവർത്തിക്കുകയായിരുന്നില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർ സ്വയം അന്യായം പ്രവർത്തിക്കുകയായിരുന്നു. അവർ അക്രമികളായി മാറിയപ്പോൾ അവർക്ക് റബ്ബിന്റെ ശിക്ഷ ലഭിച്ചതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരന്മാരെ, നാം അറിയേണ്ടത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്കുണ്ടാക്കി തരും. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്. അവർ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തിലൂടെ ഭൂമിയിലൂടെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ് അല്ലാഹു ആ വിഷയമായി ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നാം കടപ്പെട്ടവരാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ആദരവ് ലഭിക്കുന്നവർ നിങ്ങളിൽ ആരാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിച്ചവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് ചില കാര്യങ്ങൾ നാം അറിയണം. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പരീക്ഷണങ്ങളിൽ നിന്ന് ആരും മുക്തരല്ല, ആരും ഒഴിവല്ല എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുറച്ചൊക്കെ ഭയവും വിശപ്പും സാമ്പത്തിക നഷ്ടവും ശരീരനഷ്ടവും അതുപോലെ പഴങ്ങളിലുള്ള നഷ്ടവും കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണത്, അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണത്. അള്ളാഹുവിൽ നിന്നുള്ള സത്യവിശ്വാസികൾക്കുള്ള പരീക്ഷണമായി അത് സംഭവിക്കും. ധിക്കാരികൾക്കുള്ള ശിക്ഷയായി അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇത് വിശുദ്ധ ഖുർആനിലൂടെ നാം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലുള്ള പരീക്ഷണങ്ങൾ, തടുക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ, ദുരന്തങ്ങളെ എങ്ങനെയാണ് തടുക്കേണ്ടത് എന്നതാണ് നാം അറിയേണ്ട പ്രധാനപ്പെട്ട ഭാഗം. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിഖമുല്ല ലാ തുലാഖ ബിസ്സുയൂഫ്. അള്ളാഹുവിൽ നിന്ന് വരുന്ന പരീക്ഷണങ്ങൾ അത് ശിക്ഷകളായി വന്നാലും ദുരന്തങ്ങളായി വന്നാലും അത് പരീക്ഷണങ്ങളായി വന്നാലും അത് ആയുധം കൊണ്ട് നേരിടാൻ സാധ്യമല്ല. ആയുധം കൊണ്ട് നേരിട്ട് ആ പരീക്ഷണങ്ങളെ തടുക്കാൻ സാധ്യമല്ല. വഇന്നമാ തുത്തഖ വതുസ്തദ്ഫഉ ബിദ്ദുആഇ വത്തൗബതി വൽഇനാബതി വൽഇഖ്ലാഇ അനിദ്ദുനൂബ്. പരീക്ഷണങ്ങളെ നേരിടേണ്ടത് പ്രാർത്ഥനകൾ കൊണ്ടാണ്, പക്ഷാതാപം കൊണ്ടാണ്, അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങി ജീവിക്കുന്നത് മൂലമാണ്, പാപങ്ങളിൽ നിന്ന് തീർത്തും വിട്ടു നിന്നുകൊണ്ടാണ് എന്നാണ് ഹസൻ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ദുരന്തങ്ങളെയും പരീക്ഷണങ്ങളെയും പ്രതിരോധിക്കാൻ സത്യവിശ്വാസികളുടെ മുമ്പിലുള്ള ആയുധമാണ് പ്രാർത്ഥന നിരതമായ ഒരു ജീവിതം, തൗബയിൽ അധിഷ്ഠിതമായ ജീവിതം, പാപങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം. അതിനേക്കാളും വലിയ പ്രതിരോധ മാർഗം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മുമ്പിൽ ഇല്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇന്ന് എല്ലാവരും ഏതൊരു പ്രയാസത്തെ കാണുമ്പോഴും ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭൗതികമായ മാർഗങ്ങളെ അന്വേഷിക്കുന്നവരാണ്. രോഗം വരാതിരിക്കാൻ, പട്ടിണി വരാതിരിക്കാൻ, സാമ്പത്തിക നഷ്ടം സംഭവിക്കാതിരിക്കാൻ, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ആകസ്മികമായ ദുരന്തങ്ങൾ വരാതിരിക്കാൻ എല്ലാം ഭൗതികമായ രക്ഷാമാർഗങ്ങളിൽ മാത്രം ഒഴുകുന്നവരാണ്. അതിന് വിരോധമില്ല. ഭൗതികമായ രക്ഷാമാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അത് ഉപയോഗപ്പെടുത്താം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു വിശ്വാസിക്ക് രക്ഷയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അവിടെ രക്ഷയുള്ളത് വിശ്വാസിയുടെ മുമ്പിലുള്ള രക്ഷാമാർഗം യഥാർത്ഥത്തിൽ അള്ളാഹു ഏർപ്പെടുത്തുന്ന പ്രതിരോധ മാർഗമാണ്. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തുൽ ഹജ്ജിലെ 38-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് പ്രതിരോധം ഏർപ്പെടുത്തും. എന്തുകൊണ്ട്? ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ. അള്ളാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷണം നൽകുന്നവൻ, ഏറ്റവും റഹ്മത്ത് ചൊരിയുവന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ പ്രഖ്യാപിക്കുന്നത്, ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ. അതാ റഹ്മാനായ അല്ലാഹ്, അവനിലാണ് ഞങ്ങൾ ബരമേൽപ്പിച്ചിട്ടുള്ളത്, അവനിലാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്. റഹ്മാനായ അള്ളാഹുവിൽ നിന്ന് രാവിലും പകലിലുമായി നിങ്ങൾക്ക് രക്ഷ നൽകാൻ ആരുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്നത് വലിയൊരു പ്രതിരോധ മാർഗമാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹാവാസികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു.
3 യാത്രക്കാർ അവർ യാത്രക്കിടയിൽ ഒരു ഗുഹയിൽ രാത്രി കയറി താമസിക്കുകയാണ്. നേരം പുലർന്നപ്പോൾ ആ ഗുഹാമുഖത്തത മലമുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഉതിർന്നു വീണ് ആ ഗുഹാമുഖത്തെ അടച്ചിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവർ തള്ളിയാൽ നീങ്ങാത്ത പാറക്കല്ല്. അവരതാ തീരുമാനിക്കുന്നു, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത നന്മകൾ എടുത്തു പ്രാർത്ഥിക്കാം. ആ 3 ആളുകളും അതാ ഓരോ പ്രാർത്ഥന നിർവഹിക്കുകയാണ്. അവര് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ബുത്തിഗാഅ വജ്ഹിക ഫഫജ്ജിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സുഖറ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ഈ സൽക്കർമ്മം ഇത് നിന്റെ വജഹ് ഉദ്ദേശിച്ച് മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന മുൻനിർത്തി ഞങ്ങളിതാ നിന്നോട് കേഴുകയാണ്. ഞങ്ങൾ അകപ്പെട്ട ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം. 3 ആളുകളും പ്രാർത്ഥന കഴിഞ്ഞതോടുകൂടി അതാ ആ പാറക്കല്ല് താഴോട്ട് ഉരുണ്ടു വീഴുകയാണ്. സാലിമീൻ, അവർ സുരക്ഷിതരായി പുറത്തു പോരുകയാണ്. ഒരർത്ഥത്തിൽ ഭൗതികമായി ചിന്തിച്ചു നോക്കിയാൽ ഭീമാകാരമായ പാറക്കല്ലും ആ 3 പ്രാർത്ഥനയും തമ്മിൽ ഒരു നിലക്കും യോജിച്ചു വരുന്നില്ല. അതാണ് പ്രാർത്ഥനകൾ കൊണ്ട് സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആത്മാർത്ഥമായ പ്രാർത്ഥന റബ്ബിലേക്ക് ഉയർന്നാൽ അതുകൊണ്ട് തടുക്കാൻ കഴിയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥന റബ്ബിലേക്ക് ഉയരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു ദുരന്തത്തിൽ അകപ്പെട്ട ഒരു മഹാപ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാണ് ആ പ്രവാചകൻ? യൂനുസ് അലൈഹിസ്സലാം, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട പ്രവാചകൻ. അതിന്റെ സാഹചര്യം എല്ലാ മുജാഹിദുകൾക്കും അറിയാം. ആ മത്സ്യത്തിലകപ്പെട്ട ആ മത്സ്യത്തിന്റെ കൂരിട്ടാകുന്ന വയറ്റിൽ കാലങ്ങളോളം കഴിയേണ്ടി വന്ന മഹാനായ യൂനുസ് അലൈഹിസ്സലാം രക്ഷപ്പെടാൻ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത് അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി പ്രാർത്ഥനക്കർഹനായി ആരുമില്ല. നീ പരമപരിശുദ്ധനാണ്. എൻ്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ആ മത്സ്യത്തിന്റെ വയറാകുന്ന കൂരിരുട്ടിൽ വെച്ച്, ആ സമുദ്രത്തിന്റെ ആഴക്കടലിൽ വെച്ച് ഉയർന്നപ്പോൾ അതാ അദ്ദേഹം ആ പ്രാർത്ഥന മൂലം രക്ഷപ്പെട്ടത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥനയെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഒരു പ്രയാസത്തിലകപ്പെട്ട നേരം ഒരു സത്യവിശ്വാസി യൂനുസ് അലൈഹിസ്സലാം നിർവഹിച്ച അതേ പ്രാർത്ഥന നിർവഹിക്കുകയാണെങ്കിൽ അവന് ഉത്തരം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറ്റൊരു സംഭവം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏതാണ് ഹദീസ്? റസൂലുള്ള പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ. ഏതൊരു മുസ്ലിമിന് വല്ല മുസീബത്തും വരികയും ഫയഖൂൽ, അവൻ പ്രാർത്ഥിക്കുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഇജ്ർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. വല്ല മുസീബത്തും വന്നിട്ട് ഒരു മുസ്ലിം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറ, അല്ലാഹു അവന് ആ മുസീബത്ത് മുഖേന വന്ന നഷ്ടം നികത്തി ഖൈറിന് നന്മകളെ പ്രദാനം ചെയ്യും. ഈ പ്രാർത്ഥന റസൂലുള്ളാഹിയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂ സലമ എന്ന സ്വഹാബിയുടെ ഭാര്യയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ടപ്പോൾ ഞാനതാ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭർത്താവിൻ്റെ വിയോഗം ഒരു മുസീബത്താണ്. അവിടെ ഭാര്യ വിധവയായി മാറുകയാണ്, മക്കൾ അനാഥകളായി മാറുകയാണ്. ഒരു വീടിന്, ഒരു കുടുംബത്തിന് പറ്റിയ മുസീബത്താണല്ലോ ആ വീട്ടുകാരൻ്റെ മരണം. ഞാനതാ എൻ്റെ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ട സമയം ഞാൻ പ്രാർത്ഥിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. എന്താ പ്രാർത്ഥനയിലൂടെ അല്ലാഹുവോട് പറഞ്ഞത്? അല്ലാഹുവേ, ഈ മുസീബത്തിൽ വന്ന ഈ മുസീബത്ത് കാരണം ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് പ്രതിഫലം നൽകണേ. ഭർത്താവെന്ന എൻ്റെ ഭർത്താവ് അബൂ സലമയുടെ വിയോഗം മൂലം എന്തു നഷ്ടമാണ് എനിക്കും മക്കൾക്കും പറ്റിയത്, ആ നഷ്ടം നികത്തി ഖൈറിനെ പ്രദാനം ചെയ്യണേ എന്നാണ് പ്രാർത്ഥന. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട താമസം ഫഅഖ്ലഫല്ലാഹു ലീ റസൂലല്ലാഹ്,
എനിക്ക് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഭർത്താവിന് ബദലായി പകരമായി റസൂലിനെയാണ് നൽകിയത്. അങ്ങനെ യഥാ ഉമ്മു സലമയെ റസൂലുള്ള വിവാഹം കഴിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് ഭർത്താവായി മാറി. ഉമ്മു സലമ ഉമ്മഹാത്തുൽ മുഅ്മിനീൽപ്പെട്ട ആളായി സ്വർഗസ്ഥയായ സ്ത്രീയായി മാറി എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് ഒരു പ്രാർത്ഥന എന്ന ദിക്ർ എന്ന രക്ഷാമാർഗം അതിൽ വിശ്വസിക്കുന്നവർ ഇന്ന് വളരെ കുറവാണ്. ഒരു പനി വന്ന് ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ ഒരു ഡോളോ ഒരു കാൽപോൾ എഴുതി കൊടുത്താൽ ഈ ഗുളിക കുടിച്ചാൽ എൻ്റെ പനി മാറുമെന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ തരിമ്പ് പോലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന മുഖേന എനിക്ക് രക്ഷ നൽകും എൻ്റെ റബ്ബ്, ഞാൻ അവനോടാണ് കേഴുന്നത് എന്ന് വിശ്വസിക്കുന്നവർ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ ഉയരുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സ്വഹാബത്തിനെ പഠിപ്പിച്ചത് പ്രാർത്ഥനകളാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണും, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വഹാബി റസൂലുള്ളാഹിയുടെ അടുത്ത് വരികയാണ്. പറഞ്ഞു അദ്ദേഹം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ലുദിഗ്തുൽ ലൈലത ഫലം അനം ഹത്താ അസ്ബഹതു, ഇന്നലെ ഒരു വിഷജീവി എന്നെ രാത്രി കടിച്ചു, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറക്കമൊഴിക്കേണ്ടി വന്നു വേദന കാരണം. റസൂലുള്ള ചോദിച്ചു, ആ വിഷജീവി എന്തായിരുന്നു എന്ന്. അഖ്റബ്, തേളായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയം റസൂലുള്ള ചോദിച്ചത്, അമാലൗ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ, നീ ഇന്നലെ വൈകുന്നേരം എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? അഊദു ബികലിമാത്തില്ലാഹി താമാതി, അല്ലാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ കെടുതികളിൽ നിന്ന്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിലൂടെ ഏതൊക്കെ അപകടങ്ങളാണ് വരുന്നത് അതിൽ നിന്ന് റബ്ബിന്റെ സമ്പൂർണമായ വചനങ്ങളെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇങ്ങനെ നീ ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ലം തളുറുക ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ദുരിതം നിനക്ക് വരില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതേ പ്രാർത്ഥനയെക്കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മൻ നസല മൻസിലൻ, ഒരാൾ യാത്രക്കിടയിൽ അവനറിയാത്ത പരിചയമില്ലാത്ത ഒരു പുതിയ സ്ഥലത്ത് ചെന്നിറങ്ങുന്നു. അവിടെ വെച്ചവൻ അഊദു ബികലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ എന്നവൻ പ്രാർത്ഥിക്കുന്നു. ലം യദുർറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, അവൻ ആ പ്രദേശം വിട്ടുപോരുന്നത് വരെ അവന് ദുരിതങ്ങളൊന്നും ബാധിക്കുകയില്ല. റബ്ബിന്റെ കാവൽ അവന് ലഭിക്കുമെന്നാണ്. ഇന്ന് നമ്മുടെ ലോകം പുരോഗമിച്ചിട്ടുണ്ട്. യാത്രാ സൗകര്യങ്ങൾ എമ്പാടുമാണ്. അതിനനുസരിച്ച് ആളുകൾ യാത്ര ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും പ്രയാസങ്ങളാണ് യാത്രയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പലരുടെയും അക്രമങ്ങൾ, പിടിച്ചുപറികൾ, അതുപോലുള്ള കൊലപാതകങ്ങളടക്കം യാത്രക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക ലോകത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. പ്രാർത്ഥന എന്ന രക്ഷാ കവചമുണ്ടോ? റബ്ബിന്റെ കാവലുണ്ട് എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. നാം എത്ര ഭൗതികമായ സുരക്ഷാ മാർഗങ്ങൾ നേടിയെടുക്കുകയും ഞാൻ രക്ഷപ്പെടും, എനിക്കൊരു അപകടവും വരില്ല എന്ന് ചിന്തിച്ചാലും പലപ്പോഴും ആകസ്മികമായ ദുരന്തങ്ങൾ പലരെയും പിടികൂടുന്നതിൻ്റെ ചിത്രങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വിചാരിച്ചത് ഞാൻ സുരക്ഷിതനാണ്, എൻ്റെ വാഹനം സുരക്ഷിതമാണ്, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ സുരക്ഷിതനാണ്, എനിക്ക് കഴിവുണ്ട്, പവറുണ്ട്, ഞാൻ സുരക്ഷിതനാണ്. പക്ഷെ എല്ലാ കഴിവുകളെയും നിസ്സഹായമാക്കിക്കൊണ്ടാണ് ആകസ്മികമായ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറയുന്നത് നോക്കൂ നിങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ആരെങ്കിലും ഇങ്ങനെ ചൊല്ലിയാൽ, എന്താണ് ഈ പ്രാർത്ഥന? അള്ളാഹുവിൻ്റെ നാമമാണ് ആ പ്രാർത്ഥനയുടെ ആശയം. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും.
ആ നാമം ഉച്ചരിക്കുക വഴി ഭൂമിയിലൂടെയോ ആകാശത്തിലൂടെയോ ഒരു ദുരിതവും ഉണ്ടാകുന്നതല്ല. ഇതൊരാൾ രാവിലെ 3 പ്രാവശ്യം ചൊല്ലുന്നു, വൈകുന്നേരം 3 പ്രാവശ്യം ചൊല്ലുന്നു. റസൂലുള്ള പറയുകയാണ്, ലം തുസിബുഹു ഫുജ്അതു ബലാഇൻ, ആകസ്മികമായ ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ അവനെ ബാധിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിന് പ്രാർത്ഥനകൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ റസൂലുള്ളാഹിയുടെ അടുക്കൽ വരികയാണ്. എന്തിനാ വന്നത്? റസൂലേ, എൻ്റെ ശരീരത്തിൽ ഒരു മാറാവേദന, വിട്ടുപോകാത്ത, ശമനം കിട്ടാത്ത വിധം എൻ്റെ ശരീരം ആസകലം വേദനിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അബിൽ ആസിനോട് റസൂലുള്ള പറഞ്ഞു, യദക അലല്ലദീ തഅലം മിൻ ജസദിക, നീ നിന്റെ കൈവെക്കുക, നിന്റെ ശരീരത്തിൽ എവിടെയാണ് വേദനയുള്ളത് അവിടെ കൈവെക്കുക. വഖുൽ ബിസ്മില്ലാ സലാസൻ, 3 പ്രാവശ്യം ബിസ്മില്ല എന്ന് ചൊല്ലുക. വഖുൽ സബ്അ മറാത്തിൻ, 7 പ്രാവശ്യം അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു, ഇങ്ങനെ 7 പ്രാവശ്യവും പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോടും അവന്റെ കുദറത്ത് കൊണ്ട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു, ഞാൻ ഭയപ്പെടുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്ന വേദനയിൽ നിന്ന്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തു. ഫഅദ്ഹബല്ലാഹു മാ കാന ബി, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ വേദന അള്ളാഹു നീക്കിക്കളഞ്ഞു, അള്ളാഹു അതിന് ശമനം നൽകി. എന്താ കാരണം? റസൂലുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, ആ പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ മാറ്റമുണ്ടാകുമെന്ന് പഠിപ്പിച്ചപ്പോൾ, ആ മാറ്റത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ആ രോഗശമനത്തിന് കാരണം എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ, മക്കൾ കേടുവന്നതിൻ്റെ പേരിൽ വിലപിക്കുന്ന, സങ്കടപ്പെടുന്ന രക്ഷിതാക്കളുണ്ട്. എൻ്റെ മകളൊന്ന് നന്നായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ എമ്പാടുമാണ്. സഹോദരന്മാരെ, ആ മക്കൾക്ക് വേണ്ടി നാം ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഹദീസുകളിൽ കാണും. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇതാ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ച് അവരെ ശരീരത്തിൽ കൈവച്ച് റസൂലുള്ള പ്രാർത്ഥിക്കുക, നിങ്ങൾക്കിരുവർക്കും വേണ്ടി അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ കുല്ലി ശൈത്വാൻ, എല്ലാ പിശാചുക്കളിൽ നിന്നും, വഹാമ, എല്ലാ വിഷജന്തുക്കളിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ, ആക്ഷേപാർഹമായ കണ്ണുകളിൽ നിന്നും ഞാനിതാ രക്ഷ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്. എൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കേണ്ട സന്ദർഭങ്ങളിൽ നിർവഹിക്കണമെന്നാണ് ഈ ഹദീസ് സെമിനാർ പിരിഞ്ഞു പോകുന്ന സമയത്തിനുള്ളിൽ വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തുന്നത്. ഇന്ന് പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ അത് തീരെ കുറവാണ്. പൊതുവെ മുസ്ലിം സമൂഹത്തിൽ ഉള്ള പ്രാർത്ഥനകൾ ബിദ്അത്തായ പ്രാർത്ഥനകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട പ്രഭാത പ്രദോഷ ദിക്റുകളും പ്രാർത്ഥനകളും പതിവായി നിർവഹിക്കുന്നവർ ഇന്നും കുറവാണ്. അതുകൊണ്ട് തന്നെ അത് നിർവഹിക്കുന്നവരായി ഓരോ മുജാഹിദും മാറേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ 3 സൂറത്തുകളുടെ പ്രാധാന്യം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ 3 സൂറത്തുകൾ? ഇഖ്ലാസ്, ഫലഖ്, നാസ്, അൽ മുഅവ്വിദാത്താണ്. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ കാവൽ തേടേണ്ടത് എന്നാണ്. റബ്ബിനോട് രക്ഷ ചോദിക്കേണ്ട പ്രാർത്ഥനകളാണ്. ആ 3 സൂറത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാർ എഴുതി വെച്ചതായി കാണാം. അഅ്ളമു മിൻ ഹാജതിഹി ഇല തനഫുസി വത്ത്വആമി വശറാബി വല്ലിബാസ്. മനുഷ്യന് വായു ശ്വസിക്കണം, അത് എത്രമാത്രം ആവശ്യമാണ്. മനുഷ്യന് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വസ്ത്രം ധരിക്കണം, അത് എത്രമാത്രം അനിവാര്യമാണ്. അതിനേക്കാളും അനിവാര്യമാണ് ഈ 3 സൂറത്തുകൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെന്നാണ്. വായുവിനേക്കാൾ, വെള്ളത്തെക്കാൾ, അന്നപാനീയങ്ങളെക്കാൾ, വസ്ത്രത്തെക്കാൾ നമുക്കാവശ്യമായതാണ് ഈ 3 സൂറത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 സൂറത്തുകളും പാരായണം ചെയ്യാൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോ തവണ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് കൈകളിൽ ഊതി ആ സൂറത്തുകൾ ഓതി കയ്യിൽ തടവേണ്ടതുണ്ട്.
അതുപോലെ തന്നെ റസൂലുള്ളാഹിക്ക് പനി വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഊതുകയും ഈ 3 സൂറത്തുകൾ ഊതി അതാ തടവിക്കൊടുത്തതായി ഹദീസുകളിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു റുഖിയ ശർഈയയാണ്, അതൊരു ചികിത്സയാണ്, അതൊരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ സഹോദരന്മാരെ പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇസ്തിഗ്ഫാറിന്റെ പുണ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടവരാണ് ഓരോ സത്യവിശ്വാസികളും. തെറ്റു വരുമ്പോൾ മാത്രമല്ല ഇസ്തിഗ്ഫാർ എന്നത് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിരതമായി ഉണ്ടാകേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയകമായി നമ്മെ ഉണർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വമാ ഖാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ ഖാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ എന്നാണ്. താങ്കൾ അവരിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹ് അവരെ ശിക്ഷിക്കുകയില്ല. അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകുമ്പോൾ അല്ലാഹ് അവരെ ശിക്ഷിക്കുകയില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അമാനാനി, ഈ ഉമ്മത്തിനുള്ള 2 അമ്നുകളാണ്, നിർഭയത്വമാണ്, സുരക്ഷയാണ്. റസൂലുള്ള ഉള്ള ഒരു സമൂഹത്തെ ശിക്ഷിക്കാതിരിക്കുക റബ്ബിൽ നിന്നുള്ള ഒരു കാവലാണ്. റസൂലുള്ള കഴിഞ്ഞു പോയി, എന്നാലും ഈ ഉമ്മത്തിന് ശിക്ഷ വരാതിരിക്കാൻ അവരിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകുക. ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ ഇസ്തിഗ്ഫാറിന്റെ ലഫ്ലുകൾ ഖുർആനിലുണ്ട്, സുന്നത്തുകളിലുണ്ട്. പ്രത്യേക സമയങ്ങളിൽ ഉരുവിടേണ്ട ഇസ്തിഗ്ഫാറുകളുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പോലെ ആ ഇസ്തിഗ്ഫാറുകളൊക്കെ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ആത്മാർത്ഥമായി അതത് സന്ദർഭങ്ങളിൽ നിർവഹിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്തിഗ്ഫാർ കൊണ്ട് പാപം പുറത്തു കിട്ടുക എന്നത് മാത്രമല്ല എന്ന കാര്യവും കൂടി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹസനുൽ ബസരി റഹിമഹുല്ല ദർസ് എടുക്കുമ്പോൾ 4 ആളുകൾ അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് വന്നു. ആ 4 ആളുകളും അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഹസനുൽ ബസരിയോട് പറഞ്ഞ് അതിനൊരു പരിഹാരം കാണാൻ വന്നതാണ്. ഒരാൾ പറഞ്ഞു, ഹസനുൽ ബസരി, മഴയില്ല, അതുകൊണ്ട് വെള്ളമില്ലാതെ കഷ്ടപ്പാടുണ്ട്. ഹസനുൽ ബസരി അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോ. മറ്റൊരാൾ കടന്നു വന്ന് പറഞ്ഞു, ഹസനുൽ ബസരി, ഞാനൊരു കർഷകനാണ്, എൻ്റെ കൃഷി വിളവെടുക്കുന്നില്ല. അദ്ദേഹത്തോട് ഹസനുൽ ബസരി പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോ. മൂന്നാമത്തെ ആൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഹസനുൽ ബസരി, അഷ്കുൽ ഫഖറ, ഞാനൊരു പട്ടിണിക്കാരനാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും പട്ടിണിയാണ്, ഭക്ഷണം കഴിക്കാൻ വകയില്ല. ഹസനുൽ ബസരി പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോ. വേറെ ആൾ കടന്നു വന്നു, ഹസനുൽ ബസരി, വിവാഹം കഴിച്ചിട്ട് നാളുകളേറെയായി, ഇതുവരെ മക്കളുണ്ടായിട്ടില്ല. അദ്ദേഹത്തോട് ഹസനുൽ ബസരി പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല. അവർ ആ സദസ്സ് വിട്ടു പോയപ്പോൾ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, 4 അടിസ്ഥാന വിഷയങ്ങൾ താങ്കളുടെ മുമ്പിൽ വന്നു പറഞ്ഞ് അതിനൊരു പരിഹാരം കിട്ടണമെന്ന് പറഞ്ഞവരോട് താങ്കൾ എന്നാണ് ഇസ്തിഗ്ഫാറിൽ മുഴുകാൻ പറഞ്ഞത്? ഹസനുൽ ബസരി അവരോട് ചോദിച്ചത്, അവമാ ഖറഅതും ഖൗലല്ലാഹി തആല ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഒരു വാക്ക് ഖുർആനിലൂടെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. ഈ ആയത്ത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്നാണ്. ആ 4 ആളുകളുടെ വിഷയവും ഈ ആയത്തിലുണ്ട്. നിങ്ങൾ ഇസ്തിഗ്ഫാറിൽ മുഴുകുക, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, സമൃദ്ധമായ മഴ ലഭിക്കും, നിങ്ങളെ സമ്പത്ത് കൊണ്ട്, മക്കളെ കൊണ്ട്, അതുപോലെ അരുവികളെ കൊണ്ട്, കൃഷിത്തോട്ടങ്ങളെ കൊണ്ട് അവൻ നിങ്ങളെ സഹായിക്കും. നോക്കൂ, നിങ്ങൾ ഇസ്തിഗ്ഫാറിന്റെ മഹത്വമാണ്. സൂറത്ത് ഹൂദിൽ കാണും, വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. ഇസ്തിഗ്ഫാറിൽ നിങ്ങൾ മുഴുകിയാൽ നിങ്ങൾക്ക് രോഗമുക്തമായ നല്ല ആരോഗ്യം അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകും. വയുമത്തിഉക്കും മതാഅൻ ഹസനൻ, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ആയുസ് തീരുന്നത് വരെ ജീവിത വിഭവങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. എപ്പോൾ? ഇസ്തിഗ്ഫാറിൽ മുഴുകിയാൽ. സഹോദരന്മാരെ, ഇസ്തിഗ്ഫാറിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ചൊല്ലാത്ത, വൈകുന്നേരം ചൊല്ലാത്ത ഒരു മുജാഹിദും ഒരു മുജാഹിദത്തും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇസ്തിഗ്ഫാർ ലഫ്ലുകൾ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടത് റബ്ബിലേക്ക് ഉയർത്താനുള്ളതാണ്. റബ്ബിന്റെ റഹ്മത്തും അവന്റെ ബറക്കത്തും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, പലപ്പോഴും ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ, ആ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴാണ് ആളുകളൊക്കെ ഇനി എന്താണ് രക്ഷപ്പെടാൻ മാർഗം എന്ന് ആലോചിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥനാ നിരതമായ, തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് നമുക്ക് കാവൽ നൽകും, തീർച്ചയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും വരുന്നതൊക്കെ വരുന്നല്ലോ, സംഭവിക്കുന്നതൊക്കെ സംഭവിക്കുന്നല്ലോ, അത് ഖൈറിന് വേണ്ടി മാത്രമാണ്.
നാം ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു. നാം എത്ര സുരക്ഷിതരായാലും നമുക്കൊരു ആയുസ്സുണ്ട്. ആ ആയുസ്സിന്റെ എൻഡ് വരെ നമ്മൾ പോകുകയുള്ളൂ. അതിനിടയിൽ അള്ള നിശ്ചയിച്ച ഖദറുകൾ സംഭവിക്കും. നമ്മുടെ ഭാഗത്ത് നാം ക്ലിയർ ആയിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ ഏത് നിലക്കുള്ള പരീക്ഷണം വന്നാലും അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഖൈർ മാത്രമാണ് എന്ന കാര്യവും കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്റുകളിൽ മുഴുകി ഇബാദത്തുകളിൽ സജീവമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് ശേഷിക്കുന്ന ആയുസ് കാലത്ത് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതിനായി പരിശ്രമിക്കുക. ഇന്ന് ലഭിച്ച വൈജ്ഞാനികമായ അറിവുകൾ, ആ അറിവുകൾ കൂടുതലാകുവാൻ വേണ്ടി പഠനത്തിൽ നമ്മൾ ഓരോരുത്തരും മുഴുകണമെന്ന് സാന്ദർഭികം ഉണർത്തുകയാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.